ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടുകാലത്തുള്ളവർ യാതൊരു കെമിക്കലൊന്നും യൂസ് ചെയ്യാണ്ട് അവരുടെ നരയൊക്കെ മാറ്റി മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. നര നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അകാല നരയൊക്കെ തടയാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഇതുപോലൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിരട്ട ഒന്ന് കത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൺചട്ടിയോ അല്ലെങ്കിൽ പഴയ കറിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട എങ്ങനെയാണോ നിങ്ങൾക്ക് കത്തിച്ചെടുക്കാനായിട്ട് സൗകര്യം അതിനനുസരിച്ചുള്ള പാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണെണ്ണയൊന്നും ഒഴിച്ചിട്ട് ഇത് കത്തിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കർപ്പൂരം വെച്ചിട്ടാണ് ഇത് കത്തിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ചിരട്ടയൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ചിരട്ടയൊക്കെ ഇവിടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് കത്തി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മൈലാഞ്ചി ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. മൈലാഞ്ചി ഇലയാണ് അത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ഉണക്ക നെല്ലിക്ക നമുക്ക് ഈ തീയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മുടെ കൈയൊന്നും പൊള്ളാണ്ട് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നീലമരിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ആ ചിരട്ടയുടെ ആ ഒരു കണലിലൊക്കെ കിടന്ന് ആ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കരിഞ്ഞ് വരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ആ തീയെല്ലാം ഒന്ന് അണഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ചൂടൊക്കെ പോയി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സൈഡിലായിട്ടിരുന്ന ആ ഒരു ഇലകളൊക്കെയാണ് കേട്ടോ നല്ലപോലെ കരിയാത്തത്. അത് കുഴപ്പമില്ല, നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞ് വന്നോളും. അപ്പോൾ ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കത്തിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കനലായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഫുള്ള് അങ്ങ് കത്തി ഭസ്മമായിട്ട് പോകരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൗഡർ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ അരിയാതൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് അരിച്ചെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 200 ഗ്രാം അളവിൽ വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുക്കുക. അതിലേക്ക് ഈ ഒരു പൊടി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഒന്നുകൂടി ആ വെളിച്ചെണ്ണയായിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ കാച്ചിയെടുക്കുന്നത് പോലെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ലോ ഫ്ലെയിമിൽ മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ. ഒരു കാരണവശാലും ഒരല്പം പോലും നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. എങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല.
അപ്പോൾ നമ്മൾ ഈ വെള്ളം കൂടി ചേർത്തത് കൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണയായിട്ട് ഇത് മിക്സ് ആകുമ്പോൾ ഇത് ചൂടാകുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇത് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആ പതയൊന്ന് വറ്റി വെളിച്ചെണ്ണ മാത്രമായി വരുന്ന ആ ഒരു ടൈം വരെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു ഓയിലായിട്ട് ഇത് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒരു ദിവസം അതുപോലെ തന്നെ വെച്ചേക്കുക. അത് നനഞ്ഞ ഒരു തുള്ളി വെള്ളം പോലും അതിൽ വീഴാതെ, അതുപോലെ തന്നെ നനഞ്ഞ പാത്രം എന്തെങ്കിലും കൊണ്ട് ഇത് അടച്ച് വയ്ക്കാതെ നമ്മളിത് ഒരു ദിവസം അതുപോലെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം പിറ്റേ ദിവസം നമുക്കിത് അരിച്ച് ഒരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. ഒരു മാസം വരെയൊക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസമൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും നമ്മുടെ തലയിൽ ഇത് വെച്ചേക്കണം. എന്നിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ആ ഒരു ഷാമ്പു അത് നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് യാതൊരു ദോഷവും വരാത്ത ഷാമ്പു ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യാം. അല്ല, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും റിസൾട്ടാണിത്. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരു ടിന്നിലാക്കി ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിൽ എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിൽ നിന്ന് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പൊടി എത്രയാണോ നമുക്ക് ആവശ്യം ആ ഒരു അളവിൽ നമ്മൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ ഉണ്ടായിരിക്കും. അത് ഏത് ഓയിലാണോ ആ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കരിഞ്ജീരകത്തിൻ്റെ ഓയിലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ചിലപ്പോൾ അവർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് ഓയിലായാലും നിങ്ങൾക്കിതിൽ നിന്ന് ആവശ്യമുള്ള പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ആ ഓയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണ അത് തയ്യാറാക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇതാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു പൊടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്താലും നമുക്ക് 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടത്തൊക്കെ ചോദിച്ച് നോക്കിയാലും നമുക്കറിയാം അവരുടെയൊക്കെ മുടിയൊക്കെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടും നല്ല കറുപ്പോടെ നല്ല കരുത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പണ്ട് ഇതുപോലെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ടുള്ള സാധാരണ രീതിയിലുള്ള മെത്തേഡുകളൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും അവരുടെ മുടിയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ മുടിക്ക് പ്രശ്നമോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം നമ്മളിതിൽ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടില്ല. ഒരു 20 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ തലയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഒരു മാസം നിങ്ങളതൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ചേഞ്ച്. ഇപ്പോൾ നരയെന്ന് വരാൻ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ വയസ്സായാൽ മാത്രമേ മുടിയൊക്കെ നരയ്ക്കായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് നരയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടിയൊന്നും നരച്ചില്ലല്ലോ, ഞാനിത് ഇപ്പോഴേ യൂസ് ചെയ്യേണ്ട എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു പ്രോബ്ലം നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്നില്ല. നല്ല റിസൾട്ടാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പൊടി വെള്ളമൊന്നും വീഴാണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്